നമ്മൾ പലപ്പോഴായിട്ടും മൊബൈലിൽ ഒരുപാട് ഫോട്ടോകൾ എടുക്കുന്നവരാണ്. ചിലപ്പോൾ ഫോട്ടോ ഏതെങ്കിലുമൊക്കെ നന്നാകും, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ കുറച്ച് ഫോട്ടോകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകാർ അയച്ചു തന്ന ഫോട്ടോ, അതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും? മാനുവലായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്നാൽ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പല സാഹചര്യങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സൈറ്റ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഈ ഒരു സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സൈറ്റ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും നീല കളറിൽ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഗാലറിയിലുള്ള ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ഉടനെ തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ അപ്ലോഡ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് നമുക്ക് തരും. ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോട്ടോ വന്നു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഇങ്ങനെയാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് നമുക്ക് ഗാലറിയിൽ ഇതുപോലെ സേവ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി. സെക്കൻഡുകൾ കൊണ്ട് ഗാലറിയിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഈ ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. ഇനി ഇതാ ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് ഇവർ തന്നെ നൽകിയിട്ടുണ്ട്. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കാവുന്നതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ക്ലിക്ക് ചെയ്തു, കണ്ടോ, ഓരോന്ന് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ആ ഫോട്ടോ കാണും. ഓക്കെ, ഓരോന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മനോഹരമായിട്ടുള്ള നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ ഇവർ തന്നെ നൽകുന്നുണ്ട്. ഓക്കെ, ഇനി കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അതിൻ്റെ താഴെ കണ്ടോ കളേഴ്സുകൾ, നല്ല നല്ല കളേഴ്സുകൾ നൽകിയിട്ടുണ്ട്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇമേജിൻ്റെ സെക്ഷനിൽ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഫോട്ടോ ഇതാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുത്തത് ഇതാണ്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തത് ഈ ഒരു ഫോട്ടോ ആണ്. ഓക്കെ, നല്ല ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ഫോട്ടോവും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.